ഇത് ഓണാവുന്നില്ല. വണ്ടിയുടെ ആക്സിഡന്റ് ഞാൻ എല്ലാരും ഇറങ്ങിക്കോ. ഈശ്വര, നേരെ ഇരുട്ടായല്ലോ. ലാസ്റ്റ് ബസ് 8:35 ഉള്ളൂ. കൃഷ്ണ, ഇനി ഇവിടുന്ന് എങ്ങനെയാ പോവാ? പോ. പോലീസ് ഏത് പണിയാവും? ഒരുത്തനും കൂടെ വന്ന് ചാടിയിട്ടുണ്ട്. നല്ല ലൂതി. ആഹാ, അത് നന്നായി. മക്കളിൽ ആരാ വണ്ടി ഓടിച്ചത്? നീ വാ. സാറേ, ഇവനാണോ അതോ അവൻ? ഞങ്ങൾ അതോ ഞാനാണോ സാറേ? ഞങ്ങൾ എല്ലാരും കൂടിയാ. നമ്മളാണോ? ബുക്കും പേപ്പറും ഉണ്ടോടാ? ഉണ്ട്. എന്താ സാറേ? പാസ്പോർട്ട് പോയി. ഇപ്പൊ മക്കളുടെ എത്ര കാശുണ്ട്? കുറച്ചേ ഉള്ളൂ. ഒരുപാടൊന്നും. നീ എടുക്കടാ. മക്കളൊരു കാര്യം ചെയ്യും, കള്ളിറങ്ങിയിട്ട് നാളെ വാ. എന്നിട്ട് ഇത് മേടിച്ചോണ്ട് പോ. ചെല്ല. ശരി. അയ്യോ, ഹലോ, മാളൂല്ലേ? അതെ, മാഷനാണോ? അതെ മോളെ, അബു ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയും എത്തിയില്ലേ? അവള് വന്നോളും, ടെൻഷൻ അടിക്കണ്ട. ആ, മോള് നേരത്തെ വന്നോ? ഞാൻ പോയില്ലായിരുന്നു, സുഖമില്ലാഞ്ഞിട്ട് തിരിച്ചു പോന്നു. ആ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പേടിക്കണ്ട മാഷിച്ച, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ പോയി. വണ്ടി നിർത്ത്. എടാ മച്ചു, പീസലടാ പോയത്. വാ, ഒന്ന് മുട്ടിയാലോ? ഇവിടെ ഇങ്ങനെ ആവശ്യക്കാര് വേണമെങ്കിൽ വിളിച്ചു കേട്ടോ. അതൊന്നും ശരിയാവില്ല. വണ്ടി റിവേഴ്സ് എടുക്കടാ. ജോണി, ജോണി എടാ വേണ്ട. നീ അങ്ങോട്ട് മാറും. വേണ്ട ജോണി. മോളെ ഇതുവരെ കണ്ടില്ലല്ലോ എന്റെ ഈശ്വര. മാളുവിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. നിങ്ങൾ ആ ലാൻഡ് ഫോണിലോട്ടൊന്ന് വിളിച്ചേ.
ആ മോളെ, ഞാൻ മാഷച്ചനാ. അപ്പു ഇതുവരെ എത്തിയിട്ടില്ല. മോളെ മാളു, അപ്പൊ ഇതുവരെ വന്നില്ലല്ലോടാ മോളെ. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പോയത്? അവള് നേരത്തെ തിരിച്ചായിരുന്നല്ലോ അമ്മേ. എനിക്കൊരു സമാധാനവും ഇല്ല മോളെ. അവള് വിളിച്ച ഉടനെ അറിയിക്കണേ. ശരി അമ്മേ. എടോ വക്കീലെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളാ ആദ്യം എന്റെ പേരിൽ കുടുംബ കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത്. ആ ഉണക്കമത്തി പോലുള്ള ശരീരം വെച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരുന്നത്. ഞാൻ പിന്നെ ക്ഷമിച്ചത് ആദ്യം മിന്നുകെട്ടിയ ആളാണല്ലോ എന്ന് ഓർത്താ. ഇല്ലെങ്കിൽ ഒറ്റ വെട്ടിന് ഞാൻ തീർത്തണം അവിടെ അമ്മൂമ്മയുടെ. പിന്നെ നിയമപ്രകാരം അല്ലെങ്കിലും എന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ, എടോ എത്ര ശാലീന സുന്ദരിയും സൽസ്വഭാവിയാണെന്ന് അറിയാമോ? ഞാനെന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ. ഡാഡി പോയിട്ട് വരാം. മോളെ രാത്രിയിൽ എങ്ങോട്ടാ? ഡാഡി എനിക്കൊരു ആഡിന്റെ വർക്കുണ്ട്. നീ തനിച്ചു പോവോ? അല്ല ഡാഡി, എസിയുടെ ഭാര്യ ലിസിയാന്റെ ഉണ്ട്. ബൈ ഡാഡി. ഇല്ലടോ, കുഴപ്പമില്ല. അവൾ എന്റെ മോളാ. ഹലോ, ഓക്കെ സാർ. എടോ, ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ട് 4 വർഷമായി. അന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു പേര്, എൻ്റെ മാറാത്ത തലവേദന. 3 പ്രാവശ്യം കേരള പോലീസിന്റെ പിടിയിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെട്ടവൻ ദേവദേവ രാജഗൌഡ. എ ബാസ്റ്റഡ്. എടോ, അവൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലറാ. ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ആരും നേരിൽ കണ്ടിട്ടില്ല. എല്ലായിടങ്ങളിലും ഏജൻസിയുണ്ട്. കേരള പോലീസിന് കഴിയാഞ്ഞിട്ട് ഡൽഹി പോലീസിന് ഹാൻഡ് ഓഫ് ചെയ്തതാ. ഇന്നലെ രാത്രി 12 മണിക്ക് അവനെ പഞ്ചാബിലുള്ള ഡീലർ സിക്കന്ദർ സിംഗുമായി ഏറ്റുമുട്ടി ഡൽഹി പോലീസിലെ 2 IPS ഓഫീസർമാർ കൊല്ലപ്പെട്ടു. ഇപ്പൊ കേന്ദ്രമന്ത്രി ജഗദീശ്വറാണ് വിളിച്ചത്. ഹലോ, ആരാ? അബുവിന്റെ അമ്മയാ. അവളിതുവരെ എത്തിയില്ലേ? ഇല്ല മോളെ. ഇങ്ങോട്ടുള്ള ബസ് കിട്ടാതായപ്പോ കവിതയുടെ വീട്ടിൽ പോയി കാണും. അമ്മ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ. മോള് കവിതയെ ഒന്ന് വിളിക്കൂ. ഇവിടെ കറണ്ട് ഇല്ലമ്മേ. എന്റെ ഫോൺ സ്വിച്ച് ഓഫിലാ. എന്റെ ഫോണിലാ കവിതയുടെ നമ്പർ ഉള്ളത്. ചാർജ് ചെയ്തിട്ട് ഞാൻ വിളിച്ചു ചോദിക്കാം. ശരി മോളെ. എന്താണ് എടാ ഒന്ന് പതുക്കെ. എവിടെ നമ്മൾ എവിടെത്തി മച്ചു? ഇതിപ്പോ അട്ടപ്പാടിയാന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഇതുവഴി ആനമുടിയിലേക്ക് വിട്ടോ. അവിടെ എന്റെ അമ്മാവന്റെ ഒരു എസ്റ്റേറ്റ്. അവിടെ ഈ പണിക്കാർക്കായിട്ട് പണിത ഒരു പഴയ വീടുണ്ട്. ഇന്ന് നമുക്ക് അവിടെ കൂടാളിയാ, ഒരു പ്രശ്നമില്ല. വീട് നീ അറിഞ്ഞോ 1000 ഷാപ്പുകൾ. നിർത്ത് മച്ചു, എവിടെ ഇറക്ക്, ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരാം. എന്താടാ അവളെ ഇറങ്ങൂലേ? അവക്കൊരു അനക്കൂല്ലല്ലോടാ. അവള് ചത്തോ? എന്താടാ എഴുന്നേക്ക. ഈശ്വര, ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ, ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ നമ്മൾ പിടിക്കപ്പെടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവളെ വീട്ടിലിട്ട് പൂട്ടാം. പിടിക്കണ പിന്നെ വാ, അന്ന് പിടിയടാ. പിടിക്ക.
സാറിനെ ഇത് നാളെ SP ഓഫീസിലേക്ക് അയക്കണം. എന്താടാ? സാർ ഞങ്ങൾ കുറച്ച് ഓവറായിരുന്നു സാർ. ആ പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല സാർ. ആ പാസ്പോർട്ട് ഇങ്ങ് എടുക്കാം. ദാ സാർ പാസ്പോർട്ട്. പിടി. താങ്ക് യു സാർ. ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല സാർ. കേട്ടോ? സാർ. ശരി സാർ. പൊയ്ക്കോ. താങ്ക് യു സാർ. വാടാ പോ. വാ. തൽക്കാലം നമ്മൾ രക്ഷ. പൊയ്ക്കേ. ഇതാരുടെടാ? സിസ്റ്ററിന്റെ. സത്യം പറയടാ റാസ്കൽ, ഇതാരുടെയാ? സാർ എന്റെ സിസ്റ്ററിന്റേതാ. നിന്റെ സിസ്റ്ററിന്റെ പേരെന്താ? പേര് എന്താ? രാധിക. സത്യം പറയടാ. അമ്മേ പറയാ. പ്ലീസ് പ്ലീസ് സാർ പ്ലീസ്. ഞാൻ എല്ലാം പറയാം സാർ. ഉപദ്രവിക്കരുത് പ്ലീസ് പ്ലീസ്. ഞാൻ പറയാം. ഒരബദ്ധം പറ്റിപ്പോവാണ് സാർ. സാർ പ്ലീസ് സാർ ഞങ്ങളെ രക്ഷിക്കണം സാർ. എന്തുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാം, ഇല്ലെങ്കിൽ 4 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. പ്ലീസ് സാർ പ്ലീസ് പ്ലീസ്. സാർ മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാ. രക്ഷിക്കണം സാർ. സാർ സാർ നടക്ക്. ഡോ വെള്ളോടി കേസാ. അവന്മാരെ കുറച്ചേരം അവിടെ കിടക്കട്ടെ. ശരി സാർ. കേട്ടോ? സാർ. നീ വാ.